അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റഫീഖ് സലഫി 2-3 ദിവസങ്ങൾക്ക് മുമ്പ് അബ്ദുസ്സമദ് പൂക്കോട്ടൂരിനെതിരെ അടിപൊളി മറുപടിയാണ്. പക്ഷേ സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി ആവട്ടെ വിവരക്കേടാണ് പറഞ്ഞതെന്ന് റഫീഖ് സലഫിയുടെ ആ മറുപടി കേട്ടപ്പോൾ എനിക്ക് തോന്നുകയാണ്. സത്യം ഇബ്ലീസ് പറഞ്ഞാലും അത് അംഗീകരിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ വിഷയം നിങ്ങൾക്കറിയാമല്ലോ. ആ ചരിത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല. അബ്ദുസ്സമദ് പൂക്കോട്ടൂരിന്റെ യുക്തിവാദത്തിന് റഫീഖ് സലഫിയുടെ അടിപൊളി മറുപടിയും സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരിയുടെ വിവരക്കേട് റഫീഖ് സലഫിയുടെ മറുപടിയോടുകൂടി വെളിവാകുന്നതും നമുക്ക് കേൾക്കാം. അതിലേക്ക് പോകാം. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഓരോ വാദങ്ങളെയും നമുക്ക് കൃത്യമായ നിലക്ക് പ്രമാണങ്ങളെ കൊണ്ട് നേരിടേണ്ടതുണ്ട്. ഈ സംസാരം തുടക്കം മുതൽ അവസാനം വരെ നിങ്ങളെല്ലാവരും ശ്രവിക്കണമെന്ന് എൻ്റെ ശ്രോതാക്കളോട് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ വീഡിയോയിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, റഫീഖ് സലഫിയുടെ ഒരു ഒന്നൊന്നര മറുപടിയാണെന്ന്. പ്രാമാണികമായി അബ്ദുസ്സമദ് പൂക്കോട്ടൂരിന്റെ യുക്തിവാദത്തിന് മറുപടി പറയുകയാണെന്ന് ഞാനും ആദ്യം മുതൽ അവസാനം വരെ കേൾക്കാൻ തന്നെ തീരുമാനിച്ചു. حتى يتبين لهم أنه الحق. നമുക്കൊന്ന് റഫീഖ് സലഫിയുടെ ആ പ്രാമാണികമായ മറുപടി ഒന്ന് കേട്ടു നോക്കാം. ആ അടിപൊളി മറുപടി കേട്ടതിന് ശേഷം നമുക്ക് വിലയിരുത്താമല്ലോ. അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് തേടാനും അവരോട് സഹായം തേടാനും പ്രാർത്ഥിക്കാനും ഇടതേടാനും ഒക്കെ അള്ളാന്റെ കിതാബിൽ നിന്ന് ആയത്തോതി ഇയാൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. റഫീഖ് സലഫി, താങ്കൾ പ്രാമാണികമായിട്ടാണല്ലോ മറുപടി പറയുന്നത്. താങ്കൾ ഇപ്പോൾ പറഞ്ഞത് മുഹീദ്ദീൻ ഷെയ്ഖിനോട് സഹായം ചോദിക്കുന്നത്, മമ്പുറത്ത് തങ്ങളോട് സഹായം ചോദിക്കുന്നത്, ബദരീങ്ങളോട് സഹായം ചോദിക്കുന്നത് പ്രാർത്ഥനയാണെന്നാണ്. താങ്കളുടെ ഈ വാക്കുകൾ കേട്ടപ്പോ സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം പറയുന്നുണ്ട്. അതൊന്ന് റഫീഖ് സലഫി എന്ന അങ്ങയെ കേൾപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത് കേട്ടതിന് ശേഷം നമുക്ക് തിരിച്ചു വരാം. ഹാരിസ് ബിൻ സലീം അദ്ദേഹം പ്രാർത്ഥനയും ഇബാദത്തും വരുമ്പോഴാണ് ശിർക്ക് വരുന്നത്. പ്രാർത്ഥനയില്ലാത്ത ഒരു കാര്യം, ഇബാദത്താവാത്ത ഒരു കാര്യത്തിൽ ശിർക്ക് വരുന്നില്ല എന്ന് അദ്ദേഹം സ്ഥാപിച്ചിരുന്നു. അത് ഉലമാക്കളൊക്കെ പറഞ്ഞ കാര്യമാണ്. നിങ്ങൾ തെളിവ് കൊണ്ടുവന്ന ആയത്തിലും അതിൻ്റെ തഫ്സീറിലും എന്ത് വേണം? പ്രാർത്ഥന എന്നുള്ളത് ഇല്ലാതിരിക്കുകയും മറിച്ച് ജിന്നിനോടായതാണ്, അല്ലെങ്കിൽ കല്ലിനോടായതാണ്, മരത്തോടായതാണ് ശിർക്ക്, പ്രാർത്ഥനയല്ല എന്ന് സ്ഥാപിക്കുന്ന എന്തെങ്കിലും ഒന്ന് വേണം. അതില്ല. കേട്ടല്ലോ റഫീഖ് സലഫി. സൂറത്തുൽ ഫാത്തിർ 14-ാമത്തെ ആയത്ത് അനസ് മൗലവി സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരിയുമായി ഗണന നടത്തിയപ്പോ സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി അനസ് മൗലവിക്ക് കൊടുത്ത മറുപടിയാണിത്. സൂറത്തുൽ ഫാത്തിർ 14-ാമത്തെ ആയത്തിൽ പ്രാർത്ഥന എന്ന വാക്ക് ഇല്ലാതിരിക്കണം. സഹായം ചോദിക്കുമ്പോൾ കല്ലായതുകൊണ്ടാണ് പ്രാർത്ഥന, മരം ആയതുകൊണ്ടാണ് പ്രാർത്ഥന, ജിന്നായതുകൊണ്ടാണ് പ്രാർത്ഥന, മരണപ്പെട്ടവരായതുകൊണ്ടാണ് പ്രാർത്ഥന എന്ന് ആ ആയത്തിൽ ഉണ്ടാവണം. അതില്ല. പിന്നെ എങ്ങനെയാണ് മരം ആയതുകൊണ്ട്, ജിന്നായതുകൊണ്ട്, മരണപ്പെട്ടവരായതുകൊണ്ട്, കല്ലായതുകൊണ്ട് എങ്ങനെയാണ് പ്രാർത്ഥനയാകുന്നത്? എങ്ങനെയാണ് ശിർക്കാകുന്നത് എന്നാണ് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി ചോദിക്കുന്നത്. ഞാനൊരു ഉദാഹരണം പറയാം. ഒരാൾ ഒരു കല്ലിനോട് 10 രൂപ കടം ചോദിച്ചാൽ അത് ശിർക്കാണോ? അതേപോലെ തന്നെ മരിച്ചു കിടക്കുന്ന ഉപ്പ, നമ്മളുടെ ഉപ്പ മരണപ്പെട്ടു എന്ന് വിചാരിക്കുക. ആ ഉപ്പയോടൊരു മകൻ ചോദിക്കുകയാണ്, ഉപ്പ വീടിൻ്റെ ആധാരം നിങ്ങൾ എവിടെയാണ് വെച്ചത്? അങ്ങനെ ചോദിച്ചാൽ അത് ശിർക്കാണോ? പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അത് ശിർക്കല്ല. അപ്പോൾ ഖാദിറല്ല എന്നതുകൊണ്ട് ചോദിക്കുന്നതെല്ലാം ശിർക്കാവുകയില്ല. ഈ ചോദ്യം വിവരക്കേടാണോ വിഡ്ഢിത്തമാണോ എന്നൊന്ന് റഫീഖ് സലഫി പറഞ്ഞു തന്നാൽ കൊള്ളാമായിരുന്നു. അല്ലെങ്കിൽ ഇഫ്ലുർ റഹ്മാൻ പറഞ്ഞതുപോലെയുള്ള അവസ്ഥയിൽ വഹാബികളെല്ലാം കൂടി യോഗം ചേർന്ന് പാസാക്കിയതാണോ
എന്നും അറിയേണ്ടതുണ്ട്. നമുക്ക് ഹിഫ്ളുർ റഹ്മാന്റെ വീഡിയോ കൂടി കേട്ട് തിരിച്ചു വരാം. കുറ്റിപ്പുറം ത്തുള്ള ഒരു കോമരത്തിന്റെ അടുത്ത് പോയിട്ട് ഈ കോമരത്തിന് കള്ളും കോഴിയും കൊണ്ടേ കൊടുത്ത സംഭവമുണ്ട്. ഈ വിസിറ്റംകാരൻ കൊണ്ടേ കൊടുത്തുക. എന്നിട്ട് വിസിറ്റംകാരത്തിന് കള്ളും കുപ്പി കൈ പിടിക്കാനുള്ള മടി കൊണ്ട് ഒരു ആശാരിനെ ആരോ കൂട്ടി. എന്നിട്ട് ഈ കോമരത്തിന്റെ അടുത്ത് പോയിട്ട് കള്ളും കോഴിയും കൊണ്ടേ കൊടുത്തിട്ട് ഈ കോഴിനെ അവിടെ വെച്ച് ബലിയർത്തിട്ടാണ് ചികിത്സിച്ചത്. അതാണ് വിസിറ്റത്തിന്റെ പാരമ്പര്യം. പറഞ്ഞിട്ട് കാര്യമില്ല, മുജാഹിദിന്റെ പാരമ്പര്യം. അതുപോലെ കാടാമ്പുഴ ക്ഷേത്രത്തിലേക്ക് മാസവരി സംഖ്യ, പൂജാരികൾക്ക് മാസവരി സംഖ്യ കൊടുക്കുന്ന മുജാഹിദുകൾ കേന്ദ്രന്മാരുണ്ടായിട്ടുണ്ട്. 95% മുജാഹിദുകളും 95% മുജാഹിദുകളും ഷിർക്കുൽ അക്ബർ ചെയ്തതാ. എന്താണ് ഹിഫ്ളുർ റഹ്മാൻ പറഞ്ഞത്? 95% മുജാഹിദുകൾ ഷിർക്കുൽ അക്ബർ ചെയ്യുന്നവരാണ്. കുറ്റിപ്പുറത്തുള്ള മന്ത്രവാദിയുടെ അടുത്ത്, കോമരത്തിന്റെ അടുത്ത് കള്ളും കോഴിയും കൊണ്ടുപോവുക, കോഴിയെ ബലിയർപ്പിക്കുക, കള്ള് ആ കോമരത്തിന് സമർപ്പിക്കുക. ഇത് കേന്നമുകാരും ചെയ്യുന്നുണ്ട്, വിഷ്ടംകാരും ചെയ്യുന്നുണ്ട്, 95% വരുന്ന മുജാഹിദുകളും ചെയ്യുന്നുണ്ട്. അങ്ങനെ 95% വരുന്ന മുജാഹിദുകളും ഷിർക്കുൽ അക്ബർ ചെയ്യുന്നവരാണെന്നാണ് ഹിഫ്ളുർ റഹ്മാൻ പറയുന്നത്. കോഴി മാത്രമല്ല, ആട്ടിനെയും ബലിയർപ്പിക്കുന്നുണ്ട്. കാടാമ്പുഴ ക്ഷേത്രത്തില് പരിസംഖ്യ കൊടുക്കുന്നുണ്ട്, അവിടെ പോയി പ്രാർത്ഥിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഹൈന്ദവ ക്ഷേത്രത്തിൽ ഹൈന്ദവരായ കോമരത്തിന്റെ അടുത്ത്, മന്ത്രവാദികളുടെ അടുത്തൊക്കെ കള്ളും കോഴിയും കൊണ്ടുപോയി ബലിയർത്തതിന് ശേഷം കള്ള് സമർപ്പിച്ചതിൽ ബാക്കി വരുന്നത് ഈ കൊണ്ടുപോയ മുജാഹിദ് മൗലവിമാരും കുടിച്ചതിന് ശേഷം ബോധമില്ലാതെ യോഗം ചേർന്ന് മമ്പുറന്നങ്ങളോടുള്ള സഹായ ചോദ്യം, മൊഹീദ്ദീൻ ഷെയ്ഖിനോടുള്ള സഹായ ചോദ്യം ഷിർക്കാണ്, അത് പ്രാർത്ഥനയാണെന്ന് പാസാക്കിയതാണോ, അഥവാ സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി പറഞ്ഞത് ശുദ്ധ വിവരക്കേടാണെന്ന് പ്രമാണം കൊണ്ട് തെളിയിച്ചാൽ നന്നായിരുന്നു. താങ്കൾ പ്രാമാണികമായിട്ടാണല്ലോ മറുപടി പറയുന്നത്. പ്രമാണം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അങ്ങയുടെ ഈ വീഡിയോ മുഴുവനും കേൾക്കാൻ ഞാൻ അങ്ങ് തീരുമാനിച്ചു. അത് അള്ള തന്നെ ഖുർആനിൽ പറഞ്ഞതാണ്. ഖുർആനിൽ അതിന് തെളിവുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇയാൾ ആരംഭിക്കുന്നത്. ഏതാണെങ്കിലും കേട്ടു നോക്കാം. അള്ളാഹുവിനോട് ചോദിക്കാൻ നമുക്ക് അവസരമുള്ളപ്പോ പിന്നെ ഔസുൽ അഅ്ലം അല്ലെങ്കിൽ മമ്പുറത്തെ തങ്ങള് ഇങ്ങനെയുള്ള മഹാന്മാരെ വലുതാക്കി വെച്ച് അവരെയും കൂടി കൂട്ടേണ്ട കാര്യം എന്താണ്? അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ കൃത്യമായി പറഞ്ഞതാണ്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വബ്തഗൂ ഇലൈഹിൽ വസീല. ജനങ്ങളെ, നിങ്ങൾ അള്ളാഹുവിന്റെ തഖ്വ ചെയ്ത് ജീവിക്കുകയും അള്ളാഹുവിലേക്ക് വസീല തേടുകയും വേണം. വസീല. അപ്പൊ തെളിവ് കേട്ടല്ലോ സഹോദരങ്ങളെ, വളരെ ഉഷാറായിട്ടുണ്ട്. അബ്ദുസ്സമദ് പൂക്കോട്ടൂര് തെളിവുദ്ധരിച്ചുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് റഫീഖ് സലഫി സമ്മതിക്കുന്നു. ആ തോതിയിട്ടുണ്ടെന്നും സമ്മതിക്കുന്നു. അത് ദുർവ്യാഖ്യാനിച്ചതാണെന്നാണ് റഫീഖ് സലഫി പറയുന്നത്. എന്താണ് ദുർവ്യാഖ്യാനം ചെയ്തത് എന്ന് റഫീഖ് സലഫി പ്രമാണം ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞതായി കാണുന്നില്ല. കുറച്ചങ്ങോട്ടെത്തിയാൽ കാണുമായിരിക്കും. ഏതായാലും എനിക്കിവിടെയും ഒരു ചെറിയ സംശയം. എന്താ സംശയം? വസീല എന്നാൽ മധ്യവർത്തി എന്നല്ലേ? മധ്യവർത്തി ആക്കണമെങ്കിൽ അള്ളാഹു അല്ലാത്തത് എന്തായാലും വേണമല്ലോ. അള്ളാഹുവിനോട് ചോദിക്കുന്നതിന് മധ്യവർത്തി ആവണമെങ്കിൽ അള്ളാഹു അല്ലാത്തതായിരിക്കണമല്ലോ. അല്ലാതെ അള്ളാഹിനോട് ചോദിക്കാൻ അള്ളാഹുവിനെ ആരും മധ്യവർത്തിയാക്കുകയില്ലല്ലോ. കാരണം രണ്ടല്ല ഇല്ലല്ലോ, ഒരല്ലയല്ലേ ഉള്ളൂ. ഒരല്ലാഹിനോട് ചോദിക്കാൻ വേറൊരു അല്ലാഹിനെ മധ്യവർത്തിയാക്കണമെന്നല്ല അള്ളാഹു തആല പറഞ്ഞിരിക്കുന്നത് എന്നേതായാലും വ്യക്തമാണല്ലോ. അപ്പോൾ അള്ളാഹുവിനോട് ചോദിക്കാൻ അള്ളാഹു അല്ലാത്തൊരു മധ്യവർത്തിയെ കൊണ്ടുവരാം എന്നല്ലേ ഈ ആയത്തിലുള്ളത്? പ്രമാണബദ്ധമായി മറുപടി തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ആയത്ത് ഇറങ്ങിയത് ആർക്കാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കല്ലേ? എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹു അല്ലാത്തവരെ പ്രാർത്ഥിക്കുമ്പോൾ ഇടയിൽ നിർത്തിയോ? അള്ളാഹു അല്ലാത്തവരോട് തേടിയോ? ഈ ആയത്ത് നബിയിൽ നിന്ന് പഠിച്ചതാരാണ്? സഹാബത്തല്ലേ? ആ സഹാബത്ത് അള്ളാഹു അല്ലാത്തവരോട് തേടിയോ? അള്ളാഹു അല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിച്ചോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ് ഈ ആയത്ത് അവതരിച്ചത്. അത് സ്വഹാബാക്കൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുത്തിട്ടുമുണ്ട്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ആയത്ത് അവതരിച്ചതിന് ശേഷം ആരോടെങ്കിലും സഹായം ചോദിച്ചോ എന്നാണ് സലഫി ചോദിക്കുന്നത്. ചോദിച്ചിട്ടുണ്ട് റഫീഖ് സലഫി, സ്വഹാബാക്കളും ചോദിച്ചിട്ടുണ്ട് റഫീഖ് സലഫി. അതുകൊണ്ടാണ് ഒരു മുസ്ലിയാർ വന്നിട്ട് ഇസ്തസ്കലി ഉമ്മത്തിക്ക എന്ന സംഭവം ചോദിച്ചപ്പോ അത് ശിർക്കാന്ന് ഞങ്ങൾക്ക് അഭിപ്രായമില്ല എന്ന് ഫൈസൽ മുസ്ലിയാർക്ക് പറയേണ്ടി വന്നത്. കാരണം അത് ശിർക്കാന്ന് പറഞ്ഞാൽ എന്തായി? അടുത്ത ചോദ്യം മുസ്ലിയാരത് വരും. അപ്പൊ ഇത് ഉദ്ധരിച്ച പണ്ഡിതന്മാർക്കൊന്നും ശിർക്ക് മനസ്സിലായിട്ടില്ലേ? യായിബാദുള്ള ശിർക്കാന്ന് മുജാഹിദികൾ പറഞ്ഞപ്പോ നിങ്ങൾ പറഞ്ഞത് അങ്ങനെ പറയാൻ പറ്റൂല എന്നല്ലേ? അപ്പൊ ഇതെങ്ങനെ ഞങ്ങൾ ശിർക്കാന്ന് പറയാന്നുള്ള ചോദ്യം വരും. അപ്പൊ ഫൈസൽ മുസ്ലിയാര് മെല്ലെ നിലപാട് മാറ്റി എന്നിട്ട് പറഞ്ഞു അത് ശിർക്കല്ല, അത് തവസ്സുലാണ് എന്നാണ് ഞങ്ങളുടെ വാദം. അതിൽ താങ്കൾക്ക് പോലും തർക്കമില്ല എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. അത് അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, വബ്തഗൂ ഇലൈഹിൽ വസീല, അതുകൊണ്ട് നമുക്ക് ഇടയിൽ ആളെ നിർത്താം എന്ന് പറഞ്ഞുകൊണ്ട് നബിയോ സഹാബത്തോ അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടോ? അബ്ദുസ്സമദ് പൂക്കോട്ടൂര് യുക്തിവാദം പറഞ്ഞതിന് പ്രാമാണികമായി മറുപടി പറയാൻ വന്ന താങ്കളും യുക്തിവാദം തന്നെയാണ് പറയുന്നതെന്ന് ഞാൻ സംശയിക്കുന്നു. അല്ലെങ്കിൽ എന്റെ വീഡിയോ കേട്ട് എനിക്ക് തിരുത്തി തരണം. എന്താണ് താങ്കൾ പറഞ്ഞ യുക്തിവാദം? അല്ലാഹു തആല പറഞ്ഞാൽ സ്വീകരിക്കാൻ പറ്റൂല, റസൂലുള്ള പറയണം, സ്വഹാബാക്കള് പറയണം. അല്ലാഹു തആല പറഞ്ഞാൽ ഒറ്റയടിക്ക് സ്വീകരിക്കാൻ പറ്റുകയില്ല, അത് ചിലപ്പോ തള്ളേണ്ടതും കൊള്ളേണ്ടതും ഉണ്ടാകാം എന്നാണ് റഫീഖ് സലഫി ഇവിടെ പറയുന്നത്. അഥവാ അള്ളാഹുവിനേക്കാളും മേലെ ഒരല്ലാഹ്, അത് റസൂലുള്ളയാണ്, സ്വഹാബാക്കളാണ് എന്നാണ് റഫീഖ് സലഫി ഇവിടെ പറഞ്ഞു വെക്കുന്നത്. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ ദൂതൻ മാത്രമാണ്, അല്ലാതെ അള്ളാഹുവിനേക്കാളും മേലെയുള്ള ഒരാളല്ല. സ്വഹാബാക്കള് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുചരന്മാരാണ്, അല്ലാതെ അള്ളാഹുവിനേക്കാളും മേലെയുള്ള ഒരു ഇലാഹായി മുസ്ലിമീങ്ങൾ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല പറഞ്ഞതിനപ്പുറം ആര് ചെയ്തുവെന്നോ ചെയ്തില്ല എന്നോ മുസ്ലിമീങ്ങൾക്ക് നോക്കേണ്ടതും ഇല്ല. ചെയ്തു എന്നുള്ളത് മറ്റൊരു വിഷയം, പക്ഷേ നോക്കേണ്ടതില്ല. കാരണം മുസ്ലിമീങ്ങളുടെ ദൈവം അള്ളാഹുവാണ്. മുസ്ലിമീങ്ങളുടെ ഒന്നാം പ്രമാണം വിശുദ്ധ ഖുർആനാണ്. നിങ്ങൾ ചിന്തിക്കേ, ആയിരക്കണക്കിന് പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ലേ? ആ പ്രാർത്ഥനകളിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു പ്രാർത്ഥനയിൽ അള്ളാഹു അല്ലാത്തവരെ ഇടയിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു പ്രാർത്ഥന മുത്ത് നേതാവ് നമുക്ക് പഠിപ്പിച്ചു തന്നത് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഒക്കെ അല്ലാഹുമ്മ റബ്ബന എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനകളല്ലേ? റഫീഖ് സലഫി, ഇവിടെയും എനിക്കൊരു സംശയം. അള്ളാഹുവിന്റെ റസൂലോ സ്വഹാബാക്കളോ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന സമയത്ത് അവിടെ മധ്യവർത്തികളെ കൊണ്ടുവന്നുകൂടാ, വസീലയെ കൊണ്ടുവന്നുകൂടാ. അല്ലാഹു തആല പറഞ്ഞത് കളവാണ്. അല്ലാഹു തആല അങ്ങനെ പലതും പറയും, പറഞ്ഞതൊന്നും സ്വീകരിക്കാൻ പറ്റൂല. വഹാബികൾ അള്ളാഹുവിന്റെ വചനം ഏതൊക്കെ തള്ളാൻ പറയുന്നുണ്ടോ അതൊക്കെ നിങ്ങൾ തള്ളണം. വഹാബികൾ ഏതൊക്കെ വചനം അള്ളാഹുവിൻ്റെത് കൊള്ളാൻ പറയുന്നുണ്ടോ അതൊക്കെ നിങ്ങൾ കൊണ്ടോളൂ എന്ന് നബിയോ സ്വഹാബത്തോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രമാണം താങ്കൾ ഹാജരാക്കണേ. ഇതുവരെ പറഞ്ഞതിനൊന്നും താങ്കൾ പ്രമാണം ഹാജരാക്കിയിട്ടില്ല. ഞാൻ കുറെ അങ്ങോട്ട് കേൾക്കട്ടെ, പ്രമാണം ഹാജരാക്കിയിട്ടുണ്ടാകുമെന്ന് ഞാൻ അതിയായി വിശ്വസിക്കുന്നു. ഞാൻ ഈ അബ്ദുസ്സമദ് പൂക്കോട്ടൂരിനോട് ചോദിക്കട്ടെ, വായിൽ നാവ് നീളണ്ടെന്ന് വിചാരിച്ചിട്ട് എന്തും പറയാനല്ല. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, ലോകത്ത് 10-14 നൂറ്റാണ്ട് കഴിഞ്ഞല്ലോ ഈ ആയത്തിറങ്ങിയിട്ട്. ലോക മുസ്ലിമീങ്ങളൊക്കെ ഇത് ഓതിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. വളരെ പ്രാമാണികരായ മുഫസ്സിറുകളില്ലേ വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനിച്ച ആധികാരികമായ അതല്ലെങ്കിൽ അവന്റെ മുഫസ്സിരിങ്ങൾ അറിയപ്പെട്ട പ്രഗത്ഭരായ ആധികാരികമായ ഏതെങ്കിലും ഒരു മുഫസ്സിർ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ നിങ്ങൾ പറഞ്ഞതുപോലുള്ള ഒരു അർത്ഥം ഈ ആയത്തിന് കൊടുത്തത് അബ്ദുസ്സമദ് പൂക്കോട്ടൂരിന് കാണിച്ചു തരാൻ കഴിയുമോ? അബ്ദുസ്സമദ് പൂക്കോട്ടൂര് ഈ ആയത്തിന്റെ വിശദീകരണം മുഫസ്സിരീങ്ങളിൽ നിന്ന് മധ്യവർത്തിയാക്കലാണ് വസീല എന്ന വാക്കിന്റെ അർത്ഥം എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. താങ്കൾ തഫ്സീറുകളൊന്നും നോക്കിയിട്ടില്ലേ? മുഫസ്സിരീങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലേ. വസീല എന്ന് പറഞ്ഞാൽ മധ്യവർത്തിയാണ്, മധ്യവർത്തി എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാത്തതാണ് എന്നൊന്നും താങ്കൾ പരിശോധന നടത്താതെയാണോ
അബ്ദുസ്സമദ് പൂക്കോട്ടൂരിന് മറുപടി പറയുന്നത് എന്നെനിക്കൊരു ചെറിയ സംശയം ഇല്ലാതില്ലേ? അത് തീർത്തു തരുമെന്ന് കരുതുന്നു. നിങ്ങൾ പള്ളി ദർസിൽ ഓതിക്കൊണ്ടിരിക്കുന്ന ജലാലൈനിയില്ലേ, ആ ജലാലൈനിയിലെങ്കിലും നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാനും ഇടതേടാനുമാണ് ഈ ആയത്തിൽ പറയുന്നത് എന്ന് കാണിച്ചു തരാൻ പറ്റുമോ നിങ്ങൾക്ക്? അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് ഈ തെളിവ് എന്ന് അബ്ദുസ്സമദ് പൂക്കോട്ടൂര് എവിടെയും പറഞ്ഞിട്ടില്ലല്ലോ. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോ മധ്യവർത്തികളെ സ്വീകരിക്കാനുള്ള തെളിവാണെന്നല്ലേ റഫീഖ് സലഫി അബ്ദുസ്സമദ് പൂക്കോട്ടൂര് പറഞ്ഞത്? നിങ്ങൾ എന്തിനാണ് അബ്ദുസ്സമദ് പൂക്കോട്ടൂര് പറയാത്തത് അദ്ദേഹത്തിന്റെ പേരിൽ വെച്ചു കെട്ടുന്നത്? അള്ളാഹു അല്ലാത്തവരോട് സഹായം ചോദിക്കുന്നതിന് പ്രാർത്ഥന എന്ന ഓമന പേരിട്ടത് നിങ്ങളല്ലേ? ആരാധന എന്ന ഓമന പേരിട്ടത് നിങ്ങളല്ലേ? അത് ശരിയല്ല എന്ന് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി നേരത്തെ പറഞ്ഞത് നിങ്ങൾ കേട്ടതല്ലേ? ഏതെങ്കിലും ഒരു മഖബറയുടെ അരികിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കൽ പ്രത്യേക ഫളിലാണ്. അവിടെ ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന സ്ഥലമാണ്. അതുകൊണ്ട് അവിടെ പോയി പ്രാർത്ഥിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, സ്വഹാബത്ത് മനസ്സിലാക്കിയത്, സച്ചരിതര് മനസ്സിലാക്കിയത് അബ്ദുസ്സമദ് പൂക്കോട്ടൂരിന് കാണിക്കാൻ പറ്റുമോ? ഇമാം ദഹബി പറയുന്നത് നമുക്ക് നോക്കാം. അദ്ദേഹം പറയുന്നത് വദ്ദുആഉ മുസ്തജാബുൻ ഇൻദ ഖുബൂരിൽ അംബിയാഇ വൽ ഔലിയാഇ വഫീ സായിരിൽ ബിഖാഇ ലാകിൻ സബബുൽ ഇജാബ ഹുദൂറുദ്ദാഇ വഖുശൂഉഹു വബ്തിഹാലുഹു. അമ്പിയാക്കളുടെ ഔലിയാക്കളുടെ ഖബറിന്റെ അടുക്കൽ വെച്ചുകൊണ്ടുള്ള ദുആക്ക് ഉത്തരം കിട്ടുന്ന ഒരു സ്ഥലമാണത്, മറ്റേതൊരു പുണ്യസ്ഥലങ്ങളും പോലെ തന്നെ എന്നൊന്നും താങ്കൾ പരിശോധന നടത്താതെയാണോ റഫീഖ് സലഫി അബ്ദുസ്സമദ് പൂക്കോട്ടൂരിന് മറുപടി പറയുന്നത് എന്നെനിക്കൊരു ചെറിയ സംശയം ഇല്ലാതില്ലേ? ഇതുവരെ പറഞ്ഞതിനൊന്നും താങ്കൾ പ്രമാണം ഹാജരാക്കിയിട്ടില്ല. ഞാൻ കുറെ അങ്ങോട്ട് കേൾക്കട്ടെ. പ്രമാണം ഹാജരാക്കിയിട്ടുണ്ടാകുമെന്ന് ഞാൻ അതിയായി വിശ്വസിക്കുന്നു.